നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾക്ക് ജീവനുള്ളത് വരെ അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ജ്യോതി, ആദിയോട് നീ അകന്നു നിൽക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. തൽക്കാലം നീ അത് വിട്ടേക്ക് മോളെ. അമ്മ അവര് വന്നാച്ച്. കഴിഞ്ഞില്ലേ മോളെ ഇതുവരെ? കഴിഞ്ഞമ്മേ. അവളുടെ ഓരോരോ ചോദ്യങ്ങളും അതിന് മറുപടിയും പറഞ്ഞ നേരം പോന്ന്. എന്ത് ചോദ്യങ്ങള്? വിവാഹം കഴിഞ്ഞു പോയ ആദിമോന്റെ കാര്യങ്ങള് ആദ്യം നീ ഇപ്പൊ നോക്കാറുണ്ടോ? അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവന്റെ മനസ്സിലെ അമ്മ നിത്യയാണ്. ഞങ്ങൾക്ക് ജീവനുള്ളത് വരെ അവനെ ഞങ്ങൾ നോക്കിക്കോളാം. ജ്യോതി, ആദിയോട് നീ അകന്നു നിൽക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. തൽക്കാലം നീ അത് വിട്ടേക്ക് മോളെ. അമ്മ അവര് വന്നാച്ച്. സന്തോഷായിട്ടിരിക്കണം. മോളെ ജ്യോതി, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്നെ കുറിച്ച് മാത്രമാ ചിന്തിക്കുന്നത്. അല്ലേ നിത്യേച്ചി? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അവരുടെ മുന്നിൽ ഫ്രഷ് ആയിട്ട് വേണം ചെന്ന് നിൽക്കാൻ. കേട്ടല്ലോ? ഇരിക്കൂ.
വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല. നല്ല ഏരിയ. വീടും നല്ലതാ. വീട് നിങ്ങളുടെ സ്വന്തമാണോ? അല്ല, ഞങ്ങളിവിടെ വാടകയ്ക്കാ താമസം. അതെയോ? നമ്മൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോന്റെ കാര്യത്തില് ഒരു ചെറിയ സംഭവം ഉണ്ടായി. അതെന്താ? ഞാൻ വർക്ക് ചെയ്യുന്നത് എഫ്സിഐയിലാണല്ലോ. ഒരു സ്ഥലം മാറ്റം. ദൂരെയൊന്നുമല്ല, കൊല്ലത്തേക്കാ. അടുത്ത മാസമാണ് എന്റെ ജോയിനിങ്. അപ്പൊ ഞാനൊരു തീരുമാനം പറഞ്ഞു. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് കല്യാണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പത്മ, ആ, എന്റെ മൂത്ത മോള്. അല്ല, മൂത്ത മോളെന്ന് പറയുമ്പോ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് അത് ജ്യോതി, ഇളയ കുട്ടിയാ. ഓ, ഇയാളെന്താ ചെയ്യുന്നേ? ടീച്ചറാ, വിദ്യാനികേതലിന്. എങ്കിൽ പിന്നെ പെൺകുട്ടിയൊന്ന് കാണാം. വിളിച്ചോളൂ. ശരി, ചെല്ലു മോളെ. അല്ല, നിങ്ങൾ മുൻപ് ഈ നാട്ടിലായിരുന്നു അതോ വന്ന് താമസിക്കുന്നവരാണോ? ഞങ്ങള് കുറച്ച് ദൂരെയായിരുന്നു. ഇവിടെ വന്നിട്ടിപ്പോ കുറേയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.